നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം ആദ്യത്തെ 27 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്: ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നതുകൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നതുകൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷ്ണാഗ്നിയോടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്ദാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്: യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും. ശൂന്യപ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനവൃഷ്ടി ഉള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും. അവർ നിന്നെ കൈവശമാക്കും. നീ അവർക്ക് അവകാശമായിരിക്കും. നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുകയും ഇല്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ നിന്നോട്, നീ മനുഷ്യരെ തിന്നുകളയുകയും നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നുവെന്ന് പറയുന്നത് കൊണ്ട് നീ ഇനി മേൽ മനുഷ്യരെ തിന്നുകളയുകയില്ല, നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കുകയില്ല. വംശങ്ങളുടെ അപമാനം നീ ഇനി സഹിക്കയില്ല. നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവർ ആക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാ മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി. എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെയായിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തനിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും
ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു. അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമനിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയവരായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കട്ടെ. ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹത്തെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം പരിശുദ്ധാത്മാവിനുള്ള ആത്മീക ജീവിതം സാധ്യമാക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമുള്ള അധ്യായമാണ്. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്ന പുതിയ വ്യവസ്ഥയാകുന്ന സഭയുടെ കാര്യമാണ്. പഴയ നിയമം കുറേ കൽപ്പനകളും ചട്ടങ്ങളുമായിരുന്നു, അല്ലെങ്കിൽ കുറേ അക്ഷരങ്ങളായിരുന്നു. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്നാണ് ദൈവം പറഞ്ഞത്. പഴയ നിയമകാലത്ത് ഒരാൾക്ക് പോലും ആ പ്രമാണം പൂർണ്ണമായി പാലിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ അഥവാ വീണ്ടും ജനിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യഘടനയ്ക്ക് മാറ്റം വരുത്തി ദൈവവചനം ശരിയായ അർത്ഥത്തിൽ പാലിക്കാൻ അവർ പ്രാപ്തരാകുന്ന കാലമുണ്ടാകും, അതിനായി പരിശുദ്ധാത്മാവ് വരും എന്ന് വാഗ്ദാനം ചെയ്തത്. ഇസ്രായേല്യ ഉപദേഷ്ടാക്കന്മാർ ഈ പുതുതായി ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. യേശു നിക്കോദിമോസിനോട് പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് അജ്ഞാതമായിരുന്നു. അപ്പോഴാണ് യേശു ചോദിച്ചത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന്. ഇസ്രായേൽ പർവ്വതങ്ങളോടുള്ള പ്രവചനമായിരുന്നു 36 അധ്യായം. ഇസ്രായേൽ മലകൾ ഫലവൃക്ഷങ്ങളെ കൊണ്ട് നിറയും, ദേശം മനുഷ്യരാലും മൃഗങ്ങളാലും സമ്പന്നമാകും. വലിയ അഭിവൃദ്ധി ഇസ്രായേലിനുണ്ടാകും. അവർ ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വരും. ദൈവം അവരുടെ ശാപം മാറ്റി എന്ന് സകലരും പറയാനിടയാകും. അവിടെ വലിയ പട്ടണങ്ങൾ ഉയരുവാനിടയാകും. ഇസ്രായേൽ പല രാജ്യങ്ങളിൽ നിന്നും മടങ്ങിപ്പോയിട്ട് 1948 അവർ മടങ്ങി വന്നത്. വലിയ അഭിവൃദ്ധി അവർക്കുണ്ടായി. പക്ഷേ അതിനേക്കാൾ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ഇസ്രായേൽ ആസ്ഥാനമാക്കി, യെരൂശലേം ആസ്ഥാനമാക്കി യേശു ദൈവരാജ്യം സ്ഥാപിക്കും എന്നാണ് നാം പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൻ്റെ മടങ്ങിവരവ് നിഴലായിരുന്നു, പൊരുൾ അവരുടെ ആത്മീക ഉയർപ്പായിരുന്നു. പരിശുദ്ധാത്മാവാം ദൈവം വന്ന് അവരിൽ, അതായത് വിശ്വസിക്കുന്നവരിൽ വലിയ രൂപാന്തരം വരുത്തും. അവരെ പുതിയ സൃഷ്ടികളാക്കി, അല്ലെങ്കിൽ അവരുടെ ഘടനയ്ക്ക് മാറ്റം വരുത്തും. ദൈവവചനം ഉള്ള അർത്ഥത്തിൽ അനുസരിക്കാൻ അവർ പ്രാപ്തരായിത്തീരും. അതാണ് യേശു യോഹന്നാൻ സുവിശേഷം 7 അധ്യായത്തിൽ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു കർത്താവ് പറഞ്ഞത്. അപ്പോൾ യേശുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷാമാർഗം ഒരുക്കിയ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് അവരെ ആത്മീയ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുകയാണ്. ദൈവരാജ്യത്തിനായിട്ട് അവരെ ശുദ്ധീകരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരുടെ ജീവിതത്തിൽ അവരെ മടക്കി വരുത്തി യേശുവിനാലുള്ള സുവിശേഷം അവരെ കേൾപ്പിച്ച് അവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് അനുവാദം നൽകിയതുപോലെ പുറജാതികൾക്കും
യേശുവിനെ കൈക്കൊണ്ട് ഈ രൂപാന്തരം അനുഭവിപ്പാനായിട്ട് സാധിക്കുമെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ ദൈവരാജ്യത്തിനായിട്ട് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.